ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ലൊക്കെ മാറി നിൽക്കുന്ന രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മളെ ഫേസിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ജെല്ലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഇതൊന്ന് ഞാൻ കാലത്ത് കുട്ടികൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇന്ന് വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ, വെണ്ടയ്ക്ക മസാല. അപ്പോൾ അതിൻ്റെ ആ തുമ്പ് ആ ഭാഗവും അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കളയില്ലേ, നല്ല പച്ചയായിരിക്കണം കേട്ടോ. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ വീഡിയോ എടുക്കാറില്ല. പിന്നെ കുറേ തവണ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇത് വീഡിയോ ആക്കിയാൽ എന്താന്ന്. അപ്പോൾ ഞാൻ ഇതൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളിങ്ങനെ ഇടിക്കില്ലേ, ചതച്ചെടുക്കുന്ന ഉരലുണ്ടല്ലോ, ഉരലിൻ്റെ ഒലയ്ക്ക അതെടുത്തിട്ട് ഇതുപോലെ ചതച്ച് വെക്കണം. ഇത് മിക്സിയിലിട്ട് അരക്കരുത് കേട്ടോ, ഒരിക്കലും ഇതിൻ്റെ കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ചതച്ചെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക വളരെ നല്ലതാണ് കേട്ടോ, മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തലയിൽ ജെല്ലായിട്ട് തേക്കാനൊക്കെ, മുടിയിൽ. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റുകളും ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ 1 കപ്പ് എന്നുള്ള അളവിലാണ് ഒഴിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് വരെ ആവാം. ഇനി ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എല്ലാവർക്കും അറിയാം നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു വെണ്ടയ്ക്കയുടെ ഉള്ളിൽ. ഭയങ്കര വഴുവഴുപ്പാണ്. അത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ നല്ല ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ നന്നായി തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഞാനിത് വീട്ടിൽ തന്നെ 2 ദിവസം മുന്നേ പറിച്ച് വെച്ചതാണ് കേട്ടോ, അലോവേരയുടെ 2 തണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിൽ കാണുമായിരിക്കും അലോവേരയുടെ ഈ ഒരു ജെല്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള വലിപ്പമുള്ള ഇല. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒട്ടും തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാതെ 2 സൈഡ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഈ ഒരു മുള്ളുള്ള ഭാഗം കളയണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം കൂടെ ഇതുപോലെ തൊലി കളയണം. ഈ ഒരു രീതി തന്നെ എടുക്കണം. നമ്മൾക്ക് ഇതിന് മിക്സി ഒന്നും തന്നെ വേണ്ട കേട്ടോ, മിക്സി ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അലോവേര കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ സാധനം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ കട്ടിയിൽ നമ്മുടെ വെണ്ടയ്ക്ക ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി, നല്ല കട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിനൊരു ഭയങ്കര ഒരു കട്ടിയായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒന്ന്, ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇനി ഈ അലോവേരയുടെ ജെല്ല് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനൊരു ചീപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ളൊരു ചീപ്പ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇതിനെ ജെല്ലെടുക്കണം. എന്നാലാണ് നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും ഫേസ് പാക്കിനൊക്കെ അലോവേര ജെല്ല് എടുക്കാറില്ലേ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അതിനെക്കാട്ടിൽ എന്തുകൊണ്ട് മുടിയൊക്കെ വളരാനും മുഖത്തെ ടാണൊക്കെ പോവാനൊക്കെ അതുപോലെ ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ജെല്ലെടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അലോവേര ജെല്ല് എടുക്കാറ്. ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതുപോലെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. പതിയെ ഞാനിതെല്ലാം ഇട്ട് തരാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ എനിക്കും വലിയ കാര്യമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഈ 2 തണ്ടിൽ നിന്ന്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് മാത്രം നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി പൊഴിച്ചിൽ നിൽക്കും, മുടി വേഗം വളരും. അപ്പോൾ അതൊരു സൈഡിലിരിക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ചതച്ച വെണ്ടയ്ക്കയും വെള്ളവും കൂടെ മിക്സ് ചെയ്തത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലും ഒട്ടും വെള്ളമില്ല കേട്ടോ. ഇനി ഇതാ ജ്യൂസ് ആയിരിക്കുന്ന അരിപ്പയാണ്. നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്താലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, നല്ല ചൂടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അലോവേര ജെല്ല് അതിനോടൊപ്പം തന്നെ ചൂടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചിലവർക്ക് നല്ല ചൊറിച്ചിലുണ്ടാവാറുണ്ട്. നല്ല ഈ അലോവേര ജെല്ല് ഇങ്ങനെ റോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല ചൂടായിട്ടുള്ള ഈ ഒരു
ജെല്ലിലേക്ക് നമ്മൾ അലോവേര ജെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ജ്യൂസിൻ്റെ അരിപ്പ ഉണ്ടല്ലോ, അതിങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ അതിലുള്ള നല്ല കട്ടിയുള്ള ജെല്ലൊക്കെ ഇതിലേക്ക് വരും. അപ്പോൾ ഞാനത് മുഴുവനും ഇതുപോലെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിയ ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം, സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് സാൻറ്റൻ ഗമ്മാണ് കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ 1 സ്പൂണ് ഇതിൽ നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ സാൻറ്റൻ ഗമ്മ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാനൊരു 2-3 മണിക്കൂറോളം ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട്, എന്നാലാണ് ഇത് മിക്സായി വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയും ചെയ്യാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര ജെല്ലിൻ്റെ ആ ഒരു പരുവത്തിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാൻറ്റൻ ഗമ്മ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പ്രിസർവേറ്റീവ് അല്ല, ഇത് നമ്മൾ ഐസ്ക്രീമിലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ, ഫുഡ് ഐറ്റംസിലൊക്കെ. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, സാൻറ്റൻ ഗമ്മൊക്കെ നന്നായിട്ട് ഇതിലിങ്ങനെ യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. ഇത് നമ്മൾ തലയിൽ തേക്കാം, മുഖത്ത് തേക്കാം, രാത്രി മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ബേസ് മാത്രമാണ് കേട്ടോ. ഇത് ഞാൻ പല രീതിയിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാറുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയിലിട്ടിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം ഇത് ചൂടാറും തോറും കട്ടിയായിട്ടാണ് വരിക. ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഞാൻ 2 ആഴ്ച വരെ ഉള്ളത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. എൻ്റെ 2 മക്കളും ഉപയോഗിക്കാറുണ്ട് തലയിൽ തേക്കാനും. സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് എപ്പോഴൊന്നും കുളിക്കാൻ പറ്റാറില്ല. അപ്പം മുടി വല്ലാതെ ഡ്രൈ ആയിരിക്കുമ്പോൾ ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തലയിൽ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ബാക്കി കുറച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ തേക്കാൻ പറ്റിയതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ് ക്രീം ഉണ്ടാക്കുന്ന നൈറ്റ് ക്രീമൊക്കെ. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ആവശ്യത്തിന് ഞാൻ പുറത്തെടുത്ത് വെക്കും 1 മണിക്കൂർ മുന്നേ അതിൻ്റെ തണുപ്പ് മാറാൻ. ഇനി ഞാൻ ആദ്യം ആ ക്രീം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ക്രീം ഉണ്ടാക്കുമ്പോൾ എടുത്തിരുന്ന ആ ഒരു ചെറിയ ബൗളാണിത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ബോട്ടിൽ നിറച്ച് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ജെല്ലാണ്, വെണ്ടയ്ക്കയും അലോവേരയും കൂടെയുള്ള ഈ ഒരു ജെല്ല് ബാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ പപ്പായയും കൂടെ കാച്ചി എടുത്തിട്ടുള്ള ഫെയർനെസ് ഓയിലാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായ ഒരു ഓയിലാണ്. ഇതിൽ നിന്ന് ഒരു 5 തുള്ളിയോളം നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആഴ്ചയിലൊരിക്കൽ മേലൊക്കെ തേക്കുന്ന ഓയിലാണ് കുട്ടികളും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു ജെല്ലുണ്ടാക്കാൻ ഉപയോഗിച്ചില്ലേ, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച അലോവേര ജെല്ലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് അതൊരു സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഇത് ഉപയോഗിക്കാം. ശരിക്കും ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് നോക്കൂ. എണ്ണ അലർജി ഉള്ളവർ, മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ ഒഴിവാക്കിയിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ, ബദാം ഓയിലൊക്കെ ഇതുപോലെ ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. കാച്ചെണ്ണ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ജെല്ല് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്രീമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മൾ കണ്ണിൻ്റെ തടത്തിലൊക്കെ ഇതുപോലെ ക്രീം പോലെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അത് ഞാൻ ഒട്ടും തന്നെ കളയുന്നില്ല. അത് ഞാൻ തലയിൽ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഇത് തേച്ചിട്ട് ഇങ്ങനെ തേച്ച് കളയണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ നേരത്തെ പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും തല നനയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ എൻ്റെ കയ്യിലിപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആണ് കേട്ടോ മുടിക്ക് കിട്ടുക. പിന്നെ ഒരു കുളിച്ചൊരു എഫക്റ്റാണ്. ഇത് റൂട്ടിലായെന്ന് വിചാരിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് തേച്ച് കൊടുക്കാറ്, ഞാനും തേക്കാറുണ്ട്. മുടി നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ 2-3 തുള്ളി ഏത് ഓയിലാണോ നമ്മൾക്ക് മാച്ച് ആവുന്നത് അത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള ഈസി ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.